നമുക്കറിയാം ഈ സംഭവം നടന്ന് 2 ദിവസം ഷൈനിന് സമയം ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഒളിവിലായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. തെളിവ് നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള തെളിവ് നശിപ്പിക്കാനുള്ള നീക്കം ഷൈന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നത് വളരെ നിർണായകമാണ്. അങ്ങനെയാണെങ്കിൽ ശാസ്ത്രീയ പരിശോധനയിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തെളിയിക്കപ്പെടാതെ പോകുമോ എന്നതാണ് ഇനിയുള്ള വെല്ലുവിളി. എന്തായാലും പരിശോധനയ്ക്കായി ഷൈൻ ടോം ചാക്കോയെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ വിശദമായ പരിശോധനയ്ക്ക് സാമ്പിളുകൾ ശേഖരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഡാനിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. നവമി ദിനേശും ഡാനിപ്പോളും ഉണ്ട് നമുക്കൊപ്പം. ആദ്യം നവമിയിലേക്ക്. നവമി, ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. വിശദമായ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. എല്ലാ സാമ്പിളുകളും, അത് രക്തം, നഖം, മുടി എന്നിവയുടെ സാമ്പിളുകൾ ശേഖരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നേരത്തെ കൊക്കൈൻ കേസുമായി ബന്ധപ്പെടുത്തി നടത്തിയ പരിശോധനയിൽ വലിയ വീഴ്ചകൾ അന്വേഷണ സംഘത്തിന് ഉണ്ടായി എന്ന വിമർശനം പോലീസിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആ പഴുതുകളൊക്കെ അടച്ചുള്ള നടപടികൾ ഉണ്ടാകുമോ പോലീസിന്റെ ഭാഗത്തു നിന്നും? എന്നാലും 1-ാം പ്രതിയാക്കിയാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതിലെപ്പോഴും ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് കൃത്യമായി ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്ന തെളിവ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഷൈൻ അത് ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ അന്നത്തെ ദിവസം, അതായത് ഈ ഓടി രക്ഷപ്പെടുന്ന, ഈ ഹോട്ടലിൽ നിന്നും ഓടി രക്ഷപ്പെട്ട ദിവസം മാത്രമായി 20,000 രൂപയുടെ സാമ്പത്തിക ഇടപാടുകളാണ് ഷൈൻ അന്ന് നടത്തിയത്. ആ ദിവസം ലഹരി ഉപയോഗിക്കുകയോ കൈവശം വെക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഷൈന്റെ മൊഴി. പക്ഷെ അത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആന്റി ഡോപ്പിംഗ് ടെസ്റ്റ് നടത്താനുള്ളൊരു നീക്കത്തിലേക്ക് പോലീസും കടക്കുന്നത്. എന്തായാലും വൈദ്യപരിശോധന ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ ഷൈൻ ടോം ചാക്കോയെ എത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ 1-ാം പ്രതിയാക്കിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഡാനിപ്പോൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നവമി തുടരുക. ഡാനി, ഇപ്പോൾ വൈദ്യപരിശോധന ആരംഭിച്ചോ? എന്താണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം? എത്ര സമയമെടുക്കും ഈ പരിശോധനകൾ പൂർത്തിയാക്കാൻ? അവിടെ നിന്ന് എവിടേക്കായിരിക്കും ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുപോവുക? രേണുക, അത്തരം കാര്യങ്ങൾ കുറെ കൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ നിന്ന് എങ്ങോട്ടാണ് കൊണ്ടുപോകുക എന്നതടക്കമുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ആധികാരികമായി പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വൈദ്യപരിശോധനകളടക്കം പൂർത്തിയാവുകയാണ്. ആ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ ഈ അത്യാഹിത വിഭാഗത്തിലേക്കാണ് ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുപോയിരിക്കുന്നത്. ഇതിൽ വിശദമാക്കുന്നത് പ്രകാരം ഇതിൽ രക്തപരിശോധനയും അതോടൊപ്പം തന്നെ മൂത്രത്തിൻ്റെ സാമ്പിളും എല്ലാം തന്നെ ശേഖരിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധനകൾ കുറച്ച് സമയമെടുക്കും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ഈ ലഹരി പരിശോധനകളടക്കം നടത്തേണ്ടതുണ്ടെങ്കിൽ അത് മുടിയും അതോടൊപ്പം തന്നെ നഖവും എല്ലാം തന്നെ ശേഖരിച്ച ശേഷം പിന്നീടായിരിക്കും അതിൻ്റെ ഒരു ഫലവും കാര്യങ്ങളും എല്ലാം വരിക. പക്ഷേ അതിൽ അറിയാനാവുന്നത് ഇത്തരം ഒരു രീതിയിലേക്ക് പരിശോധനയ്ക്ക് പോകണമെങ്കിൽ അതിൽ വ്യക്തിപരമായ രീതിയിലുള്ള അതിൻ്റെ സമ്മതപത്രമടക്കമുള്ള കാര്യങ്ങൾ വേണ്ടി വരും എന്നതാണ് അറിയാവുന്നത്. അതിനൊരു സ്ഥിരീകരണം വേണം. ഏതായാലും അത്തരം കാര്യങ്ങൾ കൂടി അറിയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ കുറച്ച് സമയം മുൻപാണ് ഇവിടേക്ക് എത്തിച്ചത്. അതിനുശേഷം ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിലേക്ക് കയറ്റിയിരിക്കുന്നു. പരിശോധനകൾ തുടരുകയാണ്. ഒപ്പം മറ്റ് നടപടിക്രമങ്ങളിൽ അറസ്റ്റ് രേഖപ്പെടുത്തുക തുടങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ ഇനി അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊരു പൂർണ്ണത വരാനുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിൽ എന്താണ് കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം, അത് വകുപ്പിൻ്റെ ഒരു സങ്കീർണത അനുസരിച്ചായിരിക്കും, അതിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളുടെ ഒരു സങ്കീർണത അനുസരിച്ചായിരിക്കും വകുപ്പ് ആ കാര്യങ്ങളായിട്ട് വരികയും ചെയ്യുക. ഏതായാലും അത്തരം കാര്യങ്ങൾ കൂടി സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും കോടതിയിലേക്ക് ഹാജരാക്കുക. പ്രത്യേകിച്ച് കോടതി അവധിയായ സാഹചര്യമാണ്. അപ്പോൾ മിക്കവാറും അങ്ങനെയെങ്കിൽ അത് മജിസ്ട്രേറ്റിൻ്റെ വസതിയിലടക്കം ഹാജരാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ അത്തരം കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാം. ഏതായാലും നിലവിൽ ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും അത് മുന്നോട്ടുള്ള ഒരു പോക്ക്. ഏതായാലും വൈദ്യപരിശോധന ഇപ്പോൾ ഇവിടെ തുടരുകയാണ്. വൈദ്യപരിശോധന എറണാകുളം ജനറൽ ആശുപത്രിയിൽ തുടരുന്നു എന്നതാണ് ഡാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രക്തം, മുടി, നഖം എന്നിവയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കും. ലഹരി ഉപയോഗം നടന്നിട്ടുണ്ട് എന്നത് ശാസ്ത്രീയമായി തെളിയിക്കുക എന്നതാണ് ഈ വൈദ്യ പരിശോധനയിലൂടെ ലക്ഷ്യമിടുന്നത്. എന്തായാലും ഷൈൻ ടോം ചാക്കോയെ അവിടെ എത്തിച്ചിരിക്കുകയാണ്.
അതിനുശേഷം എങ്ങോട്ട് കൊണ്ടുപോകും ഷൈൻ ടോം ചാക്കോയെ എന്നത് സംബന്ധിച്ചൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അല്പം മുൻപ് ഷൈൻ ടോം ചാക്കോയെ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ വൈദ്യപരിശോധന തുടങ്ങുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് രക്തം, മുടി, നഖം എന്നിവയുടെ സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുക. 1 മാസം മുൻപ് ഉള്ള ലഹരി ഉപയോഗത്തിൻ്റേത് വരെയും കണ്ടെത്താനാകും ഈ പരിശോധനകളിലൂടെ എന്നാണ് മനസ്സിലാക്കുന്നത്. ശാസ്ത്രീയമായുള്ള ഈ പരിശോധനകളിലൂടെ അത് കണ്ടെത്താൻ കഴിയും എന്ന് മനസ്സിലാക്കുന്നു. രാസലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് ഷൈൻ ടോം ചാക്കോ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, എന്തൊക്കെ തരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്, എത്ര കാലമായി ഉപയോഗിക്കുന്നു, ആരൊക്കെയായി ബന്ധം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം കാണേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഈ പോലീസ് സംഘത്തെ കണ്ടപ്പോൾ ഇറങ്ങി ഓടി തുടങ്ങി, നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. പല കാര്യങ്ങളിലും പോലീസ് ചോദിച്ച പല കാര്യങ്ങളിലും ഷൈൻ ടോം ചാക്കോ നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസ് ഒരു പഴുതും നൽകാത്ത വിധത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഷൈൻ ടോം ചാക്കോ പതറി. ഒടുവിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയായിരുന്നു താരം എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്തായാലും വൈദ്യപരിശോധന ജനറൽ ആശുപത്രിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാനി ഇപ്പോൾ അവിടെ നിന്ന് വീണ്ടും തുടരുന്നുണ്ട്. ഡാനി, എത്ര സമയമെടുക്കും ഈ പരിശോധനയ്ക്ക് എന്നാണ് മനസ്സിലാകുന്നത്? നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഒരുപാട് പേരുണ്ട്, വലിയ തിക്കും തിരക്കുമൊക്കെ ഉണ്ട്. അവർക്കിടയിൽ സുരക്ഷ ഒരുക്കിയാണ് ഈ നടനെ അന്വേഷണ സംഘം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. നടനുമായി ബന്ധപ്പെട്ടുള്ള ഈ ഓട്ടവും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വാർത്തയായതുകൊണ്ട് തന്നെ താരത്തെ അങ്ങോട്ട് കൊണ്ടുവരുന്നു എന്നൊക്കെ അറിഞ്ഞ് അവിടെ ആൾക്കൂട്ടം ഉണ്ടോ? എന്താണ് ആശുപത്രി പരിസരത്തെ കാഴ്ചകൾ? രേണുക, നിരവധി പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ്. ഈ ആശുപത്രി പരിസരത്ത് രോഗികൾ, അവരുടെ കൂട്ടിരിപ്പുകാർ തുടങ്ങിയവരെ ഒത്തിരി പേര് ഈ വിവരങ്ങൾ അറിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടിരിപ്പുകാരടക്കം ഇവിടെ ഈ ആശുപത്രി പരിസരത്ത് അവരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ വിവരം സ്ഥിരീകരിച്ചതിന് ശേഷം അവരിവിടെ തുടരുക തന്നെയായിരുന്നു. ആശുപത്രിക്കകത്ത് നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഈ പരിസരത്ത് നിരവധി പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതേതായാലും ഈ ഒരു പരിശോധന കുറച്ച് സമയം കൂടി നീണ്ടു നിൽക്കുമെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പരിശോധന അകത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, പോലീസ് ഉദ്യോഗസ്ഥരടക്കം എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം നോർത്ത് സ്റ്റേഷനിലെ പോലെ ചോദ്യം ചെയ്തിരുന്ന നോർത്ത് സ്റ്റേഷനിലാണ്. അവിടെ നിന്നടക്കം കേസ് എടുത്തിരിക്കുന്നത് അവിടെയാണ്. അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇവിടേക്ക് എല്ലാവരും തന്നെ പോലീസ് അടക്കം ഇവിടേക്ക് എത്തുകയും ചെയ്തു. ഏതായാലും ഇവിടെ ആശുപത്രിക്കകത്ത് മറ്റ് രോഗികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് തന്നെയാണ് പരിശോധന നടപടികളടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അകത്ത് നിരവധി പേർ ഇതിനകത്തും ഇവിടെ കൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുറത്തേക്ക് വരികയാണെങ്കിൽ അതിൽ വലിയ രീതിയിൽ ആളുകൾ ഈ എമർജൻസി വിഭാഗത്തിന് സമീപത്ത് ഇവിടേക്ക് എല്ലാം തന്നെ കൂടിയിരിക്കുന്നു. അത് ഈ ദിവസങ്ങളിൽ ഈ വാർത്തയുടെ ഒരു പ്രാധാന്യം അതെല്ലാം തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് എത്തിയിരുന്നവർ പലരും, ഇവിടെ ഈ ആശുപത്രി കോമ്പൗണ്ടിനകത്ത് ഉണ്ടായിരുന്നവർ പലരും ഇവിടെ തന്നെ തുടർന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. പലരും ഇവിടെ തന്നെ ഇവിടേക്ക് വന്നവർ ഈ നടനെ ഇങ്ങനെ വൈദ്യപരിശോധനയിലേക്ക് കൊണ്ടുപോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലരും ഇവിടെ തന്നെ ഉള്ളത്. എന്തായാലും അകത്ത